എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? ഞാൻ ബിഗ് ബോസ് എന്ന പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എനിക്കൊന്ന് വെയിറ്റ് നോക്കിയാൽ കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. സീക്രട്ട് ഏജന്റ് ആയി പോയ സായി കൃഷ്ണൻ അവിടെ എത്തിയിട്ട് സായി കൃഷ്ണനായി, പിന്നെ കണ്ണനായി. എനിക്കെന്തറിയോ, എനിക്ക് സായി എന്താ കളിക്കാത്ത ഒരു ടെൻഷൻ ആയിരുന്നു. ഞാൻ സംസാരിക്കുന്നത് കണ്ടസ്റ്റൻസും കേൾക്കണം, ബിഗ് ബോസിന്റെ അവരും കേൾക്കണം. അപ്പൊ എനിക്കറിയാം ഈ സാധനം എങ്ങനെ മാനിപ്പുലേറ്റ് ആവുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു 50 വെച്ചാലും 10 വെച്ചാലും ഞാൻ എടുക്കുന്നു പറഞ്ഞു. ആദ്യത്തെ കുറച്ച് ടൈം ഞാൻ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വെക്കില്ല, ഹയർ എമൗണ്ട് വെക്കും. അതായത് നിങ്ങളൊരു എമൗണ്ട് വെച്ചാൽ നിങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 to 10 ലക്ഷം വെക്കണം. ഇന്ന 4 ആള് വരും. മേ ബി ഒരു ടാസ്ക് വെക്കാം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് വെക്കാം. ഡിബേറ്റിലൂടെ എന്ത് സംസാരിച്ച് ലാസ്റ്റ് ഇത് ഒരാളിലേക്ക് എത്തും. അതൊരു കണ്ടന്റ് ആണ്. 1-2 ദിവസത്തെ പ്രോസസ്സായിട്ട് വെക്കാം. തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, അല്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഇപ്പം പണപ്പെട്ടി എടുത്തതിന്റെ പിന്നിലെ കോൺസ്പെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. എന്നെ തേച്ചതാണല്ലേ. അഭിഷേകാണ് വീണ്ടും എന്റെ അടുത്ത് വന്ന് ഈ പ്ലാന് പറയുന്നത്. മറ്റേ നീ എടുത്തോ ഒരു എമൗണ്ട്, ഒരു 10 നീ എടുത്തിട്ട് നീ പുറത്തുനിന്ന് കൊടുത്തു. എന്നോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ഇങ്ങനെയാക്കും, ഞാൻ പിറ്റേ ദിവസം മുതൽ കണ്ടന്റ് വരുമ്പോൾ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താ സംഭവം വരാത്ത ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം ഉള്ളിലുണ്ടെന്ന്, പക്ഷെ പുറത്തേക്കാണ്ട് വരുന്നില്ല. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെന്താ അവിടെ പോയിട്ട് മാറ്റെന്ന് പറഞ്ഞത് ഫുള്ളായിട്ട് മാറിയോ, അത് ശരിക്കും കാര്യമായിട്ട് എന്തോ പറ്റുന്ന ഞാൻ എനിക്ക് തോന്നിയത്. എന്നെ കളിയാക്കിയ കരയും ഞാനോ? എന്നെയല്ലേ കളിയാക്കി, ഞാനല്ലേ അപ്പൊ കരയേണ്ടത്? ഇന്നെ കൊണ്ടുപോയി നേരെ കിച്ചന്റെ അപ്പുറത്ത് കൊണ്ട് എടുത്തിട്ട് 2 വാഴകൾ കുരുത്തത് പാഴ്ചേന ഉൽപ്പന്നം. ഞാൻ പോകുന്നു. ബൈ ബൈ.